അമ്മ രാവിലെ ഗണപതി ഹോമം കൂടാനായിട്ട് പോയോ? അമ്പലത്തിൽ പോയി. പോകണ്ടേ? പിന്നെ പോണം. തുടങ്ങി കാണും. ഇന്ന് ചിത്തിര, അത്തത്തിന്റെ 2ാമത്തെ ദിവസം ഇന്ന് ചിത്തിരയാണേ. പക്ഷെ ഇന്നലെ രാത്രി എല്ലാം മഴയായിരുന്നു. ഇന്നിപ്പം രാത്രി മഴ പെയ്തു. ഇപ്പൊ രാവിലെ മൂടിക്കെട്ടി ചെറുതായിട്ട് തൂളുന്നു. അത് മൂടലുണ്ട്. ചിലപ്പോ തെളിവായിരിക്കും, അറിയത്തില്ല. കേരളം മുഴുവൻ മഴയാ പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? ദൈവമേ, ഓണം മഴയ്ക്കകത്ത് പോവോ? കുറച്ചു ദിവസം തെളിഞ്ഞപ്പോ ഓർത്തു ഇനി വെയിലായിരിക്കുമെന്ന്. അപ്പൊ 2ാമത്തെ ദിവസം എല്ലാവർക്കും 2ാമത്തെ ദിവസം 2 വട്ടം. ചേട്ടാച്ചന്റെ ഓണസദ്യക്കുള്ള തീയലേ എല്ലാം തണുത്ത് നല്ല സെറ്റായി. എനിക്ക് ക്രിസ്മസിന് മന്തി ഒന്ന് കിട്ടാൻ മതി. ക്രിസ്മസിനോ? ഓണത്തിനോ? ഓണത്തിനൊന്നും വേണ്ട. വേണ്ടേ? നിങ്ങക്ക് സ്കൂളിൽ സദ്യ ഉണ്ട്. ചേട്ടാച്ചന്റെ കൂട്ടുകാർക്കുള്ള തീയലാണിത്. എന്തേ ഉള്ളി പൊളിച്ചിട്ടാ? ഉള്ളി ഒത്തിരി വേണം തീയൽ വെക്കണമെങ്കിൽ. കുഞ്ഞി ഇതിനുള്ളേ ചേട്ടാച്ചന്റെ ദോശയോ ഒന്ന് മറിച്ചിട്ടെ. ഇതൊക്കെ പൊതിയാനുള്ള ഒരു ടവലും കൂടെ എടുക്കണം പോപ്പി. എണ്ണ ആയതുകൊണ്ട് ചിലപ്പോഴേ എടുക്കുമ്പോ കയ്യെല്ലാവും. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി. ഇന്ന് വിനായക ചതുർത്ഥി ഇല്ലായിരുന്നോ? 6:30 ആയപ്പോ അമ്പലത്തിൽ പോയി. ഗണപതി ഹോമം 6:30 തുടങ്ങുന്നത്. 10 മണിയായി വന്നപ്പോ 4 മണിക്കൂർ. ഗണപതി ഹോമം തീർന്ന് അതിന്റെ പ്രസാദമൊക്കെ മേടിച്ച് വന്നോളൂ. ഏതാണ്ട് ഒരു 10-50 അടുത്തുണ്ടായിരുന്നു ഗണപതി ഹോമക്കാര്. നല്ല ആളായിരുന്നു, നല്ല രസമായിരുന്നു. രാവിലെ അമ്പലത്തിൽ ചെന്നിട്ട് പോരാൻ തോന്നുന്നു. ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഇത്. കാപ്പി കുടിച്ചോ? നീ അടുത്ത പരിപാടിയിലോട്ട് കയറാൻ പോവാ. കാപ്പി കുടിച്ചിട്ടാട്ടെ. അപ്പോൾ നമ്മുടെ പകലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാവരും പകലത്തെ വറക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് നിൽക്കുക. ഇനിയിപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ഈ പണിയുണ്ട്. അതെ അല്ലേ? അപ്പോൾ പാക്കിങ് ഇനി കിടക്കുക. അപ്പോൾ കുഞ്ഞിയൊക്കെ വിശന്ന് ക്ഷീണിച്ചിരിക്കുവാന്ന് തോന്നുന്നു. കുഞ്ഞി ഇന്ന് കിട്ടിയത് മതിയെന്നും പറഞ്ഞായിരിക്കുന്നത്. കഞ്ഞി എങ്കിൽ കഞ്ഞി. എന്നാക്കെ നമ്മുടെ സ്പെഷ്യൽ എന്നാക്കെയാ വൈകുന്നേരം? സ്പെഷ്യൽ ഇന്നലത്തെ നമ്മുടെ ഉള്ളിത്തീയല്, പിന്നെ ഉച്ചക്കത്തെ ചീരത്തോരൻ, മീൻകറി, രാവിലത്തെ കിളിമീൻകറി, നല്ല കപ്പയുണ്ട്, നല്ല ചൂട് കഞ്ഞി, ഓംലെറ്റ്, നല്ല ഹെൽത്തി ഫുഡ്. അവൻ മറ്റേ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഏത്തക്കായും ജിമ്മന്മാരുടെ മെനു ഒക്കെ വെറൈറ്റിയാ. ആണോ? അതെ, ഉള്ളിത്തീയൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് അതിന്റെ അഭിപ്രായം അതറിയണം. അത് കൊള്ളായിരുന്നു. ഞാൻ അത്ര വേണ്ടെന്ന് പറഞ്ഞു. ഇതിന് ഇത്രയും ബാക്കിയുണ്ട്. 50 പേർക്കുള്ളത് കൊണ്ടുപോയിട്ട് അത്രയും ബാക്കിയാണോ? നീ ആർക്കും കൊടുത്തില്ലേ? അതാ ഞങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ കുറച്ച് കൊടുത്തു. അത് കൊള്ളാലോ. ഒരു സ്പൂൺ കൊടുത്തു. ഇത്ര ബാക്കിയുണ്ട്. നല്ലതാണ്. എന്നാ പിന്നെ ബാക്കി കൂടെ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഇനി നിനക്ക് ഇനി പുതിയ ഓർഡർ കിട്ടും കേട്ടോ. തീയല് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവല്ലേ. 2 പേര് ഏതായാലും ഒന്നും മിണ്ടാതിരുന്ന് പിടിക്കുക കേട്ടോ. വിശക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടല്ലേ ആരോടും മിണ്ടാതെ ചപ്പാത്തി ഉണ്ടാക്കി തിന്ന്. നിങ്ങളെല്ലാം അവിടെ അല്ലായിരുന്നോ? അപ്പൊ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. മീൻകറിയും ചപ്പാത്തിയും തിന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.